നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രധാന മുന്നണിയുടെ പ്രധാന പാർട്ടിയുടെ നേതാവിനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. KPCCയുടെ അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയാണ് പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൻസൺ മാവുങ്കലിന്റെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയായി ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് പ്രതിയാക്കപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ? അദ്ദേഹം വഹിക്കുന്ന KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ? സ്വാഭാവികമായും അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആവശ്യം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതല്ല, അവിടെ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, അതുകൊണ്ട് തന്നെ മാറേണ്ടതില്ല, അത് രാഷ്ട്രീയ പ്രേരിതമായ കേസിനെ ആ തരത്തിൽ തന്നെ നേരിടും എന്നുള്ള കോൺഗ്രസ് നിലപാട് ചിലപ്പോൾ ആവർത്തിക്കാനും വഴിയുണ്ട്. എന്തായാലും പൊതുസമൂഹത്തിൽ ഇതൊരു ചർച്ചയായി മാറുകയാണ്. ഇത്തരമൊരു കേസിൽ രണ്ടാം പ്രതിയായി നിൽക്കുന്ന ഒരാൾ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണോ അതോ സ്ഥാനത്ത് തന്നെ തുടരണോ എന്നുള്ളത് ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആലത്തൂരിൽ നിന്നും മോഹൻദാസാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ മോഹൻദാസ്, ഈ പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൻസൺ മാവുങ്കലിനൊപ്പം കൂട്ടുപ്രതിയായി കെ സുധാകരനെ കൂടി പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇനി കണ്ണൂരിൽ മത്സരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അല്ല, അദ്ദേഹം മാറി നിൽക്കുമെന്നൊക്കെ പറയുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണ്. എന്തായിരിക്കണം അദ്ദേഹം സ്വീകരിക്കേണ്ട നിലപാട്? ഇതില് വേറെ രസകരമായ ഒരു കാര്യം, ഇതിനേക്കാൾ പ്രഗത്ഭരായ ആൾക്കാര് അതില് പ്രതികളാണ്, അവിടെ വന്നു പോയിട്ടുണ്ട്. പഴയ DGP, പിന്നെ ADGP, IG, DIG, അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരൊക്കെ. അപ്പൊ അവരൊന്നും ഇത് തൊട്ടിട്ടില്ല, അവരൊക്കെ മാറ്റി നിർത്തിക്കണം. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് 3 കുറ്റപത്രം സമർപ്പിക്കുന്നവരാണ്. ആദ്യത്തെ കുറ്റപത്രത്തില് സുധാകരൻ നിർബന്ധമായിട്ടും രണ്ടാം പ്രതിയാക്കി ചേർത്ത് വെച്ചിരിക്കുക, ബാക്കിയുള്ളവർ അങ്ങോട്ട് ഒഴിവാക്കി വെച്ചിരിക്കുക. അപ്പൊ അവർക്കൊക്കെ പൈസ കൊടുത്തതിന്റെ തെളിവ് പരാതിക്കാരൻ പുറത്ത് വിട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും ചെയ്യുന്നില്ല. പിന്നെ വേറെ ഈ കാര്യത്തിലേക്ക് പറയാം, ഇപ്പൊ ഇന്നത്തെ ഈ പഴയകാല കോൺഗ്രസ്സുകാരാണെങ്കിൽ അവർക്കൊരു ശുദ്ധത ഇതൊക്കെ ഉണ്ടാവും. അവര് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കില്ല, അതിന് മുമ്പിൽ അത് മാറി നിൽക്കും. പിന്നെ സുധാകരൻ അതിൽ മത്സരിക്കില്ല എന്ന് പറയാൻ കാരണം ചിലപ്പോ ഇതൊക്കെ തന്നെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ ആരും ചെയ്യില്ല, അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ആരോ ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മറ്റേ ഇത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ, വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചു തൂങ്ങി നിൽക്കും അവിടെ. അതാണ് ഉണ്ടാവുക. ശരി, നമുക്ക് മറ്റേ പ്രേക്ഷകൻ കൂടിയുണ്ട്. കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയെ നയിക്കുന്ന പ്രധാന പാർട്ടിയുടെ നേതാവിനെ ഒരു തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയായി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് സംഗതി രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. സുധാകരൻ ഏതായാലും അങ്ങനെയുള്ള ഒരാളെന്നാണ് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു സുധാകരൻ മാറിയേക്കട്ടെ, മാറി എന്നിട്ട് നല്ല ഡീസന്റ് മുസ്ലിം ലീഗിന് കൊടുക്കട്ടെ ആ സീറ്റ്, അവരെ പരാതിയും പരിഹരിക്കപ്പെടും സുഖമായിട്ട്. സുധാകരൻ ചിലപ്പോൾ തോക്കാനും സാധ്യത. ഇന്നത്തെ സാഹചര്യത്തില് സുധാകരനോട് ഈ ഒരു പൊതുവെ ഒരു അമർഷ ആൾക്കാർക്കൊക്കെ ഉണ്ട്. ആ പഴയ ബലിയും നിലയൊക്കെ സുധാകരന്റെ പോയിരുന്നു. സുധാകരന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. പക്ഷെ ഇത് ഒരു തെറ്റായ പരിപാടിയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഒരു രാഷ്ട്രീയക്കാരനും കൂടെ പ്രവർത്തിക്കാൻ പറ്റൂല. എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊന്നും ശരിയാണ്. ശ്രീ ദാസൻ പറയുന്നത് ഈ കേസിൽ സുധാകരൻ കുറ്റക്കാരനല്ല, പക്ഷെ സുധാകരൻ മത്സരിച്ചാൽ സുധാകരൻ പരാജയപ്പെടും, അതുകൊണ്ട് മാറി കേട്ടത്, അങ്ങനെയാണോ? അത് അങ്ങനെയാണ് എന്റെ ഒരു അനുമാനം. കാരണം സുധാകരനെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്തായാലും ശ്രീ ദാസന്റെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ നിൽക്കുമ്പോഴാണ് KPCC അധ്യക്ഷനെ ഒരു തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഏതു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കലാവും രാഷ്ട്രീയത്തിന് കൂടുതൽ ഉചിതം? ഈ സമയത്ത് കുറ്റപത്രം കൊടുത്തത് തികച്ചും രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഇത് പറഞ്ഞോളൂ. നടന്നിട്ട് കുറെ കാലമായതാണ്. അതുകൊണ്ട് ഇതിനു മുൻപേ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഇതാ മുഹൂർത്തം നോക്കി കൊടുത്തുന്നുള്ളൂ. പക്ഷെ സുധാകരൻ ഈ കേസില്ലെങ്കിൽ തന്നെ, ഈ കേസിന്റെ കാര്യം മാറ്റിയിട്ട് തന്നെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ ചോദിച്ചാൽ, മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സുധാകരന്റെ വില നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം ഇവര് തമ്മിൽ ഈ ഉള്ള പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഇത്തരം ഈ വില കുറഞ്ഞ ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ തവണയും സുധാകരനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങളൊക്കെ ഉയർന്നതാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണം എല്ലാ കാലത്തും ഉയരാറുണ്ട്. പക്ഷെ അദ്ദേഹം അനായാസം കഴിഞ്ഞ തവണ ജയിക്കുകയൊക്കെ ചെയ്തു. അല്ല, അതുകൊണ്ട് ജനങ്ങൾ എന്തായാലും പുതിയ തലമുറയ്ക്ക് ഇവരുടെ ഈ കോമാളിത്തരങ്ങളോട് അല്പം വെറുപ്പ് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം നിൽക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം എന്തോ പറഞ്ഞ പോലെ ഒന്നിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ രണ്ടും കൂടെ ആയപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആ രൂട്ടിൽ അങ്ങ് മാറി നിന്നേക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു അഭിപ്രായത്തിൽ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി.
ജിതിനാണ് പാലക്കാട് നിന്നും. ശ്രീ ജിബിൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇങ്ങനെ ഒരു കേസിൽ, അതും ഒരു തട്ടിപ്പ് കേസാണ്, മോൻസൺ മാവുങ്കൽ ഇടപെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ, ആ കേസിൽ കെ സുധാകരൻ പ്രതിയാവുന്നു. അങ്ങനെ രണ്ടാം പ്രതിയായി കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും KPC അധ്യക്ഷ സ്ഥാനത്ത് മാറി നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ടോ, അതോ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയാണ്? ഏതാണ് കൂടുതൽ ശരിയെന്ന് താങ്കൾക്ക് തോന്നുന്നത്? ജിതിനാണ് പാലക്കാട്. ജിതിൻ, ക്ഷമിക്കണം, പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ജിതിൻ പറയൂ. അതായത് ഈ കേരള പോലീസിന്റെ ഈ നടപടി എന്ന് പറയുന്നത് ജനമൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ അടുത്തകാലല്ല കുറച്ച് കാലങ്ങളായിട്ട് കേരള പോലീസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി മാത്രം ചെയ്യുന്നൊരു സംവിധാനമായി മാറി. ഇന്ത്യയിൽ തന്നെ ഇത്രമാത്രം രാഷ്ട്രീയ പ്രേരിതമായ ഒരു പോലീസിംഗ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരം നടപടികളൊന്നും പോലീസിന്റെ എന്ത് നടപടി വന്നാലും ജനം ആ രീതിയിൽ മാത്രമാണ് ഇപ്പൊ കാണുന്നത്. കാരണം അറിയാലോ, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ജനം പോലീസിന് എതിരായി നിൽക്കുന്ന ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് പല കോൺഗ്രസ് സർക്കാരും LDF സർക്കാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം പോലീസ് ജനകീയമല്ലാതെ, അതായത് നമ്മൾ കണ്ടല്ലോ, അതായത് പോലീസിങ്, ആധുനിക പോലീസിങ് എന്താണെന്ന് അറിയാത്തൊരു സംവിധാനമായിട്ട് കേരള പോലീസ് അധപ്പതിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പോലീസ് കൊണ്ടുവരുന്ന ഇത്തരം റിപ്പോർട്ടുകളോ ഒന്നും ജനം അംഗീകരിക്കില്ല. പിന്നെ സുധാകരന്റെ കേസ് പറയുകയാണെങ്കിൽ സുധാകരനെ പോലൊരു നേതാവ് കോൺഗ്രസിലെ ഇനിയില്ല, അത്രയും കഴിവുള്ള നേതാവ്. പക്ഷെ ആ കഴിവ് കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം അറിയാലോ, കോൺഗ്രസ് നേതാക്കന്മാരിൽ CPM-ന് നഖശിഖാന്തം എതിർക്കുന്ന സുധാകരനെ പോലെ നേതാവ് വേറെയില്ല. അദ്ദേഹത്തിന് CPM-നോടുള്ള വിരോധം അറിയാലോ. കണ്ണൂർ രാഷ്ട്രീയത്തിലെ അക്രമ രാഷ്ട്രീയം, CPM-ലെ അക്രമ രാഷ്ട്രീയം ശരിക്കും അനുഭവിച്ച് അതിൽ നിന്ന് വന്നൊരു നേതാവാണ് സുധാകരൻ. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു എന്താ പറയാ, ജീവിച്ചിരിക്കുന്ന ഒരു എക്സാൽസിന് വേണമെങ്കിൽ പറയാം. അത്രയും അക്രമം ഉണ്ടാക്കിയതിൽ അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ആൾ ഒരു പക്ഷത്തെ എപ്പോഴും കെ സുധാകരനായിരുന്നു. ഈ കൃപേഷും ശരത്ലാലും ഒക്കെ സുഹൈബൊക്കെ ഉണ്ട് അവിടെ. കണ്ണൂർ കാസർഗോഡ് നിന്നുള്ള കുട്ടികളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കണ്ണൂരിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ചരിത്രം എടുത്താൽ കെ സുധാകരനും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവൊന്നുമല്ല. സുഹൃത്തെ, ഒന്ന് പറഞ്ഞു തീരട്ടെ, ഇതിനാണ് ഇവിടുന്ന് ഞാൻ പറയട്ടെ. ഈ കുട്ടികളുടെ പേരിലൊന്നും ഒരു ക്രിമിനൽ കേസ് പോലും ഉണ്ടായിരുന്നില്ല. കൃപേഷ്, ശരത്ലാൽ എന്നൊക്കെ പറഞ്ഞിട്ടേ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ പേരിലൊന്നും ഒരു ക്രിമിനൽ കേസ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് സുധാകരൻ. പക്ഷെ സുധാകരന്റെ വില കോൺഗ്രസിന് അറിയുന്നില്ല. അതെ, മറ്റേതെങ്കിലും പ്രസ്ഥാനമാണെങ്കിൽ സുധാകരൻ ആഘോഷിക്കും. സുധാകരനെ പോലെ നേതാവിന് കിട്ടാൻ മറ്റു പ്രസ്ഥാനങ്ങൾ കൊതിക്കും. പക്ഷെ കോൺഗ്രസിന് ആ സുധാകരന്റെ വില അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ശരി, എന്തായാലും കോൺഗ്രസിൽ മാത്രമല്ല, മറ്റ് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൽ കൊല്ലപ്പെട്ടവർ മറ്റു പാർട്ടികളിലുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ഘട്ടത്തിലൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ആൾ കൂടിയാണ് കെ സുധാകരൻ. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ജയകുമാറാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്, പറഞ്ഞു. ഇത് കള്ളക്കേസും രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് പിണറായിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. കാരണം ഇത് സത്യസന്ധമായ കേസാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന DGP-യും മറ്റുള്ള പോലീസ് ഓഫീസറെയും പിന്നെ ഓടി നടന്ന പത്രക്കാർക്ക് എതിരെ കേസെടുക്കുന്നതിൽ പെട്ട ഒരു ദീപക് ധർമ്മടമുണ്ട്. ഇവരെയൊക്കെ പേരിൽ കേസെടുക്കണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം. പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് സുധാകരൻ ഇവിടെ KPCC പ്രസിഡന്റ് ആയ അന്ന് മുതൽ എങ്ങനെയെങ്കിലും പൂട്ടാന്നുള്ള ഒരു ധാരണയാണ് പിണറായിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഉണ്ടായിരുന്ന ഒരു ഇത് MP സ്ഥാനം കൂടെ പോകാനേ അത് വഴിവെക്കുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ നേട്ടമൊന്നും ഉണ്ടാകാൻ പോണില്ല. സുധാകരന് ഈ കമ്മ്യൂണിസത്തിന്റെ ഇടയിൽ, ഈ രാജ്യത്തുള്ള ഈ കമ്മ്യൂണിസത്തിന്റെ അക്രമത്തിന്റെ ഇടയിൽ ഏക വ്യക്തി ഇവരെ നേരിടാൻ പറ്റിയ ഒരു വ്യക്തി സുധാകരനല്ലാതെ വേറെ ഈ കോൺഗ്രസിലാരും ഇല്ല. കാരണം അവർക്കാർക്കും തല്ലുകൊള്ളാനും അടിയുണ്ടാക്കാനും വയ്യ. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും എല്ലാം ഒതുക്കുമെന്നുള്ള ധാരണ പിണറായിക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സാർ ആദ്യം ചോദിച്ച പോലെ രാജിവെക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ പിണറായി ആദ്യം രാജിവെക്കണ്ടേ? ഈ മകളും അദ്ദേഹവും നടത്തിയ കൊള്ളയ്ക്ക് പിണറായി അങ്ങനെ ഏതെങ്കിലും കേസിൽ പ്രതി ചേർത്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ? ആരാണ് ഇനി കുറ്റപത്രം എടുക്കേണ്ടത്? ആരാണ്? പ്രതിപക്ഷമാണോ കുറ്റപത്രം എടുക്കേണ്ടത്? അദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഏജൻസികളൊക്കെ കുറെ അന്വേഷണമൊക്കെ കുറെ കാലമായി നടത്തുന്നല്ലോ. കേന്ദ്ര ഏജൻസി എങ്ങനെ എടുക്കും? അദ്ദേഹത്തിന് പ്രധാനമന്ത്രി വന്ന് ഇത്രയും വൃത്തിയായിട്ട് പറഞ്ഞപ്പം പ്രധാനമന്ത്രി വന്ന് പറയുന്നതല്ലാതെ ഒരു ഏജൻസി കുറെ കാലമായി അന്വേഷിക്കുന്നില്ലാതെ ഒന്നും എടുക്കുന്നില്ല. അതിന്റെ കാരണം എന്തിനാണ്? പ്രധാനമന്ത്രി എടുക്കില്ല, പ്രധാനമന്ത്രി ഏജൻസിയെ കൊണ്ട് എടുപ്പിക്കില്ല. കാരണം ഇവിടുത്തെ മോളെ കാപ്പാറ്റിനും പറഞ്ഞാൽ തൊഴുതുന്നത് ജനം കണ്ടതാണ്. അതിനുള്ള ഗുണം ഇപ്പൊ തൃശ്ശൂർ ഉണ്ടായി കൊടുക്കും. ശരി, എന്തായാലും താങ്കൾ അങ്ങനെ പറഞ്ഞു. താങ്കൾ നേരത്തെ പറഞ്ഞത് രാജിവെക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേസ് ഉള്ള ആളുടെ പേരും കേസില്ലാത്ത ആരോപണം വരുന്നത് രണ്ടാണല്ലോ എന്ന് പറഞ്ഞത്. അല്ല, കേസ് എടുക്കേണ്ട പ്രതിപക്ഷമാണോ? അതുകൂടെ പറയണം. എടുക്കുമ്പോ ഈ കേസ് മാത്രം പറഞ്ഞാൽ പോരാ. ആരെടുക്കും? പ്രതിപക്ഷം എടുക്കാൻ ഒക്കുവോ? കേസ് എടുക്കേണ്ട പ്രൈം മിനിസ്റ്റർ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ.
പിന്നെ ഇവിടെ എടുക്കേണ്ട വിജിലൻസും ആദികളൊക്കെ അദ്ദേഹത്തിന്റെ കസ്റ്റഡി. പിന്നെ എങ്ങനെയാണ് ആര് കേസെടുക്കും? ശരി, നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സത്യത്തിൽ ഈ കെ സുധാകരൻ ഈ കേസിൽ ഒരു പങ്കും ഇല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുക വേണ്ടി അത് മുഖ്യമന്ത്രിക്ക് ഒരു മെസ്സേജ് കൂടിയാ കൊടുക്കുക. രാജിവെക്കും MP സ്ഥാനം രാജിവെക്കുകയും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുക വേണ്ടിയത്. കാരണം അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കണം. അഭിമാനമുണ്ടെങ്കിൽ ഈ കേസിൽ ഒരു പങ്കും സുധാകരനില്ലെങ്കിൽ കേസ് തെളിയുന്നവരെ അദ്ദേഹം എല്ലാ സ്ഥാനത്തു നിന്നും മാറി നിന്നാൽ മുഖ്യമന്ത്രിക്ക് ഒരു മെസ്സേജുമായി. നമ്മുടെ നാട്ടിലേക്ക് ഒരു കേസ് വന്നാൽ ആ കേസ് മാറി ആ കേസൊക്കെ ഒരു തീർപ്പാവണമെങ്കിൽ എത്രയോ കാലം പിടിക്കും. കെ സുധാകരന്റെ കാലത്ത് പോലും ഇതൊന്നും തീർപ്പാവണമെന്നൊന്നുമില്ല. നമ്മുടെ ഇതുവരെയുള്ള നിയമ പോരാട്ടങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വലിയ നിയമ പോരാട്ടമൊന്നും ഇതാവൂല. കാരണം കള്ളക്കേസാണെന്ന് എല്ലാവർക്കും ഒരു പ്രവദൃഷ്ടി അറിയാം, അത് വേറെ ഒന്നും. പക്ഷെ ഞാൻ കോൺഗ്രസ് അല്ല, ഇവർക്ക് ഇത് കിട്ടുകയും വേണം. കേസ് കള്ളക്കേസാണെങ്കിലും യഥാർത്ഥ കേസാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരു കേസൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതിന് ഏത് കേസായാലും ശരിയായ കേസായാലും കള്ളക്കേസായാലും ഒക്കെ തീരണമെങ്കിൽ എത്രയോ കാലമെടുക്കും. അതങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോവാ. പക്ഷെ അത്രയധികം സ്വാധീനം തട്ടുന്ന ഈ അന്തസ് ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഇതാണ്. ശരി, അതെ, താങ്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറയണം. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, വേണമെങ്കിൽ എന്റെ പ്രസിഡന്റ് സ്ഥാനവും MP സ്ഥാനവും രാജിവെക്കാൻ തന്നെ ആർജവത്തോട് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു മെസ്സേജാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജനാണ് കൊല്ലത്തുനിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഈ ആൾക്കാരുടെയൊക്കെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കേരളത്തിലെ പോലീസുകാർ എത്ര മണ്ടന്മാരാ. ഒരു കുറ്റം ചെയ്യാത്തൊരു പാവത്തിനെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മുടെ ചാനൽ ഉൾപ്പെടെ കാണിച്ചാണ് സുധാകരന്റെ ഇടനില ഇന്ന് കാശ് വാങ്ങിച്ച് ബോൺസന് കൊടുത്തിട്ട് അതിന് കമ്മീഷനും പറ്റി തിരിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അങ്ങനെ ആരോപണങ്ങളുണ്ട്, ആരോപണങ്ങൾ കേസുണ്ട്, ആ കേസിന്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്തായാലും അങ്ങനെ ആരോപണം ഉണ്ട്, അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ ശരിയാണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അത്രയും വരെ ശരിയാണ്. കാശ് കൊടുത്ത പ്രതി നേരിട്ട് വന്ന് നമ്മുടെ ചാനലിൽ വന്ന് പറഞ്ഞാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ കരുണാകരന്റെ സ്മാരകം പണിയാൻ വേണ്ടി 9 കോടി പിരിച്ചു. ഇപ്പോഴും 4 കോടിയെ ചെലവാക്കിയിട്ടുള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ സുധാകരന്റെ 6 കോടിയുടെ വീട് കംപ്ലീറ്റ് ആയി. പുള്ളി ഇന്ന് വരെ ജീവിതത്തിൽ എന്തെങ്കിലും പണി ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിയെ പശുവിനെ വളർത്തി പാല് വിൽക്കുകയോ അല്ലെങ്കിൽ കോഴിയെ വളർത്തി മുട്ട വിൽക്കുകയോ ഒന്നും ചെയ്തിട്ട് സമ്പാദിച്ചതല്ല ഇതൊന്നും. 3-4ഓളം വണ്ടികള്, പിന്നെ 1.5 കോടി രൂപ ചെലവാക്കി ജിം ഇട്ടിട്ടുണ്ട്. ഇതൊന്നും പുള്ളി വേർപ്പിന്റെ കാശോ വേർത്തുണ്ടാക്കിയോ കാശോ അല്ല. പിന്നെ മോൻസ് മാവുൻകലിന്റെ അവിടെ പോകാനുള്ള പ്രധാന കാരണം പുള്ളി ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് മുഖം വെളുക്കാൻ മരുന്ന് പരട്ടാൻ വേണ്ടി പോയതാ. അങ്ങനെയാണ് മോൻസനുമായിട്ട് കൂട്ടായി 4 വർഷം ഭയങ്കര പിന്നെ ചക്കരയും തേങ്ങയും പോലുള്ള കൂട്ടായിരുന്നു. എന്നിട്ട് യാതൊരു തെറ്റും ചെയ്തില്ല. പുള്ളി വിശുദ്ധനാണ്. പുള്ളി ഇപ്പം നിന്നാ ജയിക്കും. എന്നാ ജയിച്ച് കാണിക്കട്ടെ, നിൽക്കട്ടെ. ഓക്കെ സാറേ. ശരി, ഓക്കെ. ശ്രീ രാജനാണ് കൊല്ലത്തൊന്നും പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സത്യനാണ്. ശ്രീ സത്യനല്ലേ? അതെ, നമസ്കാരമുണ്ട്. ശ്രീ സത്യൻ, താങ്കൾക്ക് ഈ വാർത്തയൊക്കെ കേട്ട് കാണുമല്ലോ. സുധാകരനെ 2ാം പ്രതിയാക്കിക്കൊണ്ട് പുരാവസ്തു തട്ടിപ്പ് കേസിലെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതെ, അത് പിണറായി വിജയന്റെ പേരിൽ എടുക്കേണ്ട കേസാണ് ഇത് മൊത്തം. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി DGP ആണ് അവിടെ പോയിട്ട് വാളും പരിചയം പിടിച്ചോണ്ടുന്നത്. അവർക്ക് മുഴുവൻ സംരക്ഷണം കൊടുത്ത ഇതേ പിണറായി വിജയനാണ്. മോൻസൺ മാവുങ്കലിന് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്തതും ഇതേ പിണറായി വിജയനാണ്. കേരളത്തിൽ അവിടെ പോയത് കെ സുധാകരനല്ലേ? സുധാകരൻ പോയ ചികിത്സക്ക് വേണ്ടി പോയതാണ്. അയാൾ പ്രതിയാണെങ്കിൽ അയാൾ പ്രതിയാക്കട്ടെ. ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല? ഇപ്പൊ കേസ് കൊടുത്ത ആൾ പറഞ്ഞു ഞാൻ അയാളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് വ്യക്തിപരമായിട്ട് അയാളുടെ പേരിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കേസാണ് എടുത്തിട്ടില്ലെന്നാ പറഞ്ഞത്. ഇനി പിണറായി വിജയൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിണറായി വിജയൻ മോളും കൂടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പിന്നെ മോഡിയാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നിട്ട് ഒരു ഫോട്ടോയും വെച്ചിട്ട് പ്രാർത്ഥിക്കലാണ്. അതാണ് അതാണ് അയാൾക്ക് ഏറ്റവും നല്ലത്. മറ്റ് കേരളത്തിൽ സർക്കാരിനെതിരെ നിരവധി അന്വേഷണ ഏജൻസികളെ കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ അന്വേഷണം നടത്തുന്ന ഒരു കേന്ദ്രഭരണം നിൽക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്? അതെ, ഇതുപോലെ ഒരു BJP സർക്കാരിന് പോലും കിട്ടാത്ത ആനുകൂല്യമാണ് പിണറായി വിജയന് മോഡിയിൽ നിന്ന് കിട്ടിയിട്ടത്. അതെന്ത് ആനുകൂല്യമാണ്?
ഏത് കേസാണ് അന്വേഷിച്ചിട്ട് എവിടെ എത്തിയിട്ടല്ലോ. എത്ര ഇ ഡി കേസ്, ഏതെല്ലാം കേസിൽ സ്വർണ്ണക്കടത്ത്, പൈസ കടത്തല്, അതൊക്കെ ആ കേസുകൾ വ്യാജമായതുകൊണ്ട് ചിലപ്പോൾ എത്താത്തതുമാവില്ല. അങ്ങനെയും കണക്കൂട്ടിക്കൂടെ? തിരിച്ചും കണക്കൂട്ടിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നടപടി വന്നാൽ മതി. എക്സാലോജിക്കലും ഇതിലൊന്നും ഒരു കഴമ്പില്ലാന്ന് ഒരു ഇത് തന്നെ ഞങ്ങളെല്ലാം വിശ്വസിക്കാം. ശരി, എന്തായാലും ഏത് തരത്തിലും താങ്കളുടെ വിശദീകരണം അങ്ങനെ അന്വേഷണം വരാത്തത് ആ തരത്തിലാണെന്ന്. മറ്റൊരു പ്രശ്നമുണ്ട്. ഭാഷയാണ് കോഴിക്കോട് നിന്നും. ശ്രീ ഭാഷ, എന്താണ് താങ്കളുടെ മുഴുവൻ പേര്? എന്റെ പേര് സതീശൻ എന്നാണ്. ഭാഷാബായി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുള്ളൂ. ആണോ? ഭാഷാബായി എന്നാണ്. എന്താണ് അങ്ങനെ വിളിക്കുന്നത്? രജനീകാന്തിന്റെ ഫാനാണോ? അതെ സാർ, അതെ സാർ, അതെ. ഓ, രജനീകാന്തിന്റെ ഫാനായിട്ടാണ് ഭാഷ എന്ന് പറയുന്നില്ലേ? എന്ത് ചെയ്യുന്നു താങ്കൾ? ഞാന് കോഴിക്കോട് ഹലുവേന്റെ പരിപാടിയാ. കോഴിക്കോട് ഹലുവ അല്ലേ നമ്മളെ ഗവർണറൊക്കെ കഴിച്ചേ? മിഠായി തെരുവിലാണോ കട? അല്ല, കട അല്ല, ഞാൻ നിർമ്മിക്കാണ് സാർ. അലുവ ഉണ്ടാക്കാണ്? എല്ലാ തരം അലുവ ഉണ്ടാക്കുവോ? എല്ലാം ഉണ്ടാക്കും. ഇലക്ഷനായിട്ട് കച്ചവടം എങ്ങനെ കൂടുവോ കുറയുവോ? ഇലക്ഷൻ നമ്മുടെ കച്ചവടത്തിന്റെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ അധികം എന്ന് പറഞ്ഞാല് ദൂരത്തേക്ക് അയക്കുക. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. കെ സുധാകരനെ എന്തായാലും അവിടെ നമ്മൾ കുറെ കൂടി കെ സുധാകരന്റെ രാഷ്ട്രീയമൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആളായിരിക്കുമല്ലോ. കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി പുരാവസ്തു തട്ടിപ്പ് കേസിൽ കേസ് വന്നിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതെ സാർ, സുധാകരന്റെ വോട്ട് ഇവിടെ ആരെയാ മാറ്റി നിർത്തിയ പോലെ? ആരെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ അവര്? പറഞ്ഞോളൂ. ഒരൊറ്റ ആളെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നിയമസഭയിൽ സതീശന്റെ തൊട്ട ബാക്കിൽ ഇരിക്കുന്ന ആളാരാ? ഒരു പീഡന കേസിലായ ഒരാളല്ലേ. പിന്നെ ആരെ കുത്തിക്കൊന്നാലും ഇവരെന്താ പറയാ, ചേർത്ത് നിർത്തുന്ന ടീമല്ലേ. പിന്നെ സുധാകരനെ ആര് മാറ്റാനാണ് സാറേ? അതിനകത്തുള്ള ചങ്കൂറ്റുണ്ടോ അവർക്ക് ഏതെങ്കിലും ഒരു പരിപാടിക്ക്? ഈ സുധാകരൻ സെമിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇവിടെ ചെയ്യണത്? സുധാകരൻ വന്നതിനോട് കൂടി ഉള്ള 10 വോട്ട് പോയി. മനസ്സിലായില്ലേ? ഇവര് ചെയ്യുന്നത് ഇതാണ്. പിന്നെ സുധാകരൻ വന്നതിനോട് ഇത്രയൊക്കെ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങളെ പറയുന്നില്ല, നിങ്ങളെപ്പോലെയൊക്കെയുള്ള മാധ്യമങ്ങൾ ഇവരെ നിഷ്പക്ഷമായിട്ട് ഒരു മാസം നിങ്ങൾ എഴുതിയാൽ മതി. നിഷ്പക്ഷമായിട്ട് LDFന്റെ ഭാഗമായിട്ട് ഒന്നും നിൽക്കണ്ട. നിഷ്പക്ഷമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ സാധനം ഒരു മരുന്നിന് പോലും കേരളത്തിൽ ഉണ്ടാവില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് എന്തായാലും ഈ വിഷയത്തിലുള്ള ചർച്ച ഇനിയും തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് വെറും ഒരു ശില്പമാകരുത്, ഇതിലൊരു വലിയ സന്ദേശം കൂടിയുണ്ട്. പ്രായം കൂടുന്നു. മോൻസൺ മാവുങ്കൽ മുഖ്യപ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനം എന്തായിരിക്കണം? അദ്ദേഹം പ്രധാനപ്പെട്ട KPC അധ്യക്ഷ സ്ഥാനം വഹിക്കുകയാണ്. ഒപ്പം ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു. ഇതിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രേക്ഷകൻ പുതുതായി ചേരുന്നത് കോട്ടയത്ത് നിന്നും സന്തോഷാണ്. ശ്രീ സന്തോഷ്, താങ്കളുടെ അഭിപ്രായം പറയാം. സാറേ, 60-70 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു മഹാസംഭവം അവരിപ്പോ കൂട്ടിമുട്ടിയാൽ ബൈക്കിന് അടി ഉണ്ടാക്കുന്നു. എന്തിനേറെ പറയുന്നത്, ദേശീയഗാനം നല്ലത് ചൊല്ലാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ എത്രമാത്രമുള്ള ആ പാർട്ടിയുടെ തളർച്ചയാണെന്ന് ഓർത്തുകയും ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നാണക്കേടല്ലേ? നമ്മൾ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാന്നോ അല്ലെ കേൾക്കുന്നുണ്ടെന്നോ അല്ലെ ചാനലുകാരുണ്ടെന്നോ പോലും അവർക്കൊരു ഇതില്ല. ഇവരാദ്യമായിട്ട് ഇവര് തന്നെ നന്നായിട്ട് അച്ചടക്കവും ഒരു സ്വഭാവത്തോടെ വരട്ടെ, എന്നിട്ട് ഇവര് മത്സരിക്കുവോ ജനങ്ങളിലോട്ട് ഇറങ്ങി തിരിക്കുവോ ഒക്കെ ചെയ്യും. ഇവരെന്ത് പറഞ്ഞ വോട്ട് പിടിക്കാൻ പോകുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ല സാറേ, ആ സംഭവം, ആ ഒരു വൃദ്ധ ചേച്ചി, ഒരു പ്രായമുള്ള ചേച്ചി 6 ചവിട്ടി കൊന്നു. ആ ശവം എടുത്തോണ്ട് വന്ന് അവിടെ കിട്ടിയ കോലം കണ്ടോ? അതൊക്കെ വളരെ മോശമല്ലേ? കാരണം എന്താ വെച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് തിരിച്ചു കൊടുത്ത സമയത്ത് അവർ ചെയ്യുമായിരുന്നെങ്കിൽ അതിന് ജനങ്ങൾ കൂടെ നിന്നേനെ. ഇത് അതുമല്ലാണ് ചെയ്തേ. പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ചോര ഒലിപ്പിച്ച് ആ ഡെഡ് ബോഡി ആയിട്ട് വന്ന് ആ കവലയെ വന്ന് കെട്ടിയ കോലമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ മോശമല്ലേ? അതിലപ്പുറം പോലീസും അത് പിടിച്ചു പറിച്ചോണ്ട് പോയ പോലീസ് കാണിച്ചതോ? അതൊക്കെ എന്ത് ജനങ്ങൾ, ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടതേ? ഡോറും തുറന്നു വെച്ച് അതൊക്കെ എങ്ങനെയാ നമ്മൾ കേരളം അംഗീകരിക്കുക? അത് എന്താ ആ ബോഡിയോട് കാണിച്ച് ഈ 2 കൂട്ടരും കാണിച്ച ആ നീതി നമുക്ക് പൊറുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുധാകരന് വയ്യ. ഒന്നാമത്തെ കാര്യം അറിവും കാര്യങ്ങളും പ്രായമായി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ മാറി നിന്നിട്ട് നല്ല ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് അറിയാം. ശരി, നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. ഹരീഷാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ ഹരീഷ്, താങ്കൾ ഈ വാർത്ത അറിഞ്ഞു കാണുമല്ലോ, എന്താണ് പറയാനുള്ളത്?
അതെ, ഇപ്പം കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇത്രയും നാളും കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ട് ഇപ്പൊ ഇവരിപ്പം ലോട്ടറി കച്ചവടം പോരാ, BJP വന്ന് ഓരോരുത്തരും മേടിച്ചോണ്ട് പോവാണ് ഇപ്പൊ. ആ അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. പിന്നെ സുധാകരൻ ഇത്രയും വലിയൊരു വീട് വെച്ചു, എവിടെ നിന്നാണ് കാശ്? അദ്ദേഹത്തിന് ആകെയുള്ള തൊഴിൽ പിന്നെ രാഷ്ട്രീയം. അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കേസ് അനധികൃതമായി സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണല്ലോ. എന്തായാലും ആ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു മയം കാണിക്കേണ്ട നേതാവല്ലല്ലോ കെ സുധാകരൻ. അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാനും അന്വേഷിക്കാനോ തെളിയിക്കാനോ ഒക്കെ ഉള്ള ആവശ്യം പോലെ സമയം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു അന്വേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം അല്ലല്ലോ ഇത് നടക്കുന്നത്, ഇത് വേറെ അന്വേഷണമല്ലേ. ഇത് പുരാവസ്തു കേസ് പുറത്തു വന്നതിന് ശേഷം ആരും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ആ കേസ് പുറത്തു വന്നപ്പോൾ അന്വേഷിക്കേണ്ടി വന്നു. അപ്പോൾ അന്വേഷിക്കുന്നതിൽ കെ സുധാകരൻ വരുന്നു എന്നല്ലേ, അല്ലാതെ അദ്ദേഹത്തിന്റെ അനധികൃത സമ്പത്തുണ്ടാക്കിയ കേസിലൊന്നും അന്വേഷിച്ചില്ല. കേസിനകത്ത് ഇദ്ദേഹമായിട്ട് ബന്ധമില്ലെന്ന് സുധാകരൻ ഇനി പറയാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാം കണ്ടാണ് മീഡിയയിൽ അദ്ദേഹമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വ്യക്തമായിട്ട് അന്വേഷണം നടക്കണം. അതിന് എന്ത് ശിക്ഷ കൊടുത്താലും അത് തീർച്ചയായിട്ടും കൊടുക്കണം. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരല്ലേ കേരളത്തില്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, ഇത് എത്ര വർഷമായ കേസാണെന്നറിയാവോ? ഈ കേസ് വന്നപ്പം സുധാകരൻ എന്ന് പറയുന്ന ഒരു പാർലമെന്റ് മെമ്പർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഒന്നെങ്കിൽ നിഷേധിക്കണം. ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. ഈ മാവുങ്കലിനെ കുറ്റപ്പെടുത്തി അയാൾ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. അപ്പൊ മാവുങ്കലിനെ കുറ്റപ്പെടുത്തി വർത്തമാനം പറഞ്ഞാൽ മാവുങ്കൽ ശ്രീ തങ്കച്ചൻ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. എനിക്ക് മാവുങ്കലിനെ അദ്ദേഹം അത് കൃത്യമായി നിഷേധിച്ചിട്ടുണ്ട്. മാവുങ്കലിനെ അറിയാമെന്നുള്ളതും മാവുങ്കലിന്റെ അടുത്ത് അദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളതും ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടിലും മറ്റതിലും അദ്ദേഹം പങ്കാളിയായിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. ശ്രീ തങ്കച്ചൻ അത് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. മാവുങ്കലിനെ അറിയില്ല എന്നല്ല പറഞ്ഞത്, മാവുങ്കലിന്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടിലോ അദ്ദേഹം ഇത്തരം ചെയ്തതിലോ താൻ പങ്കാളിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ആരോപണം ഉന്നയിച്ചവരെ പേര് ഒരു കേസ് കൊടുക്കണ്ടേ സാർ? സത്യസന്ധമല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചവരുടെ പേരിൽ കോടതിയിൽ ഒരു കേസ് കൊടുക്കണ്ടേ? ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ KPCCയുടെ ഒരു യാഗ നടത്തിയിട്ട് VD സതീശനെ മായും പൂവും പറഞ്ഞത്? എന്തുകൊണ്ട് ഇവര് അതും ഇതുമായി ബന്ധമില്ലല്ലോ. അതല്ലല്ലോ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് പറയൂ സാറേ. ഇയാള് വിവരക്കേടും ഈ നാക്ക് എന്ത് പറഞ്ഞാലും എന്ത് മടിത്തരം പറഞ്ഞിട്ട് ലാസ്റ്റ് പറയണം നാക്ക് വീഴ എന്നാ പറയണ. ഇയാളെ പോലുള്ള ഒരാളെ KPCC പ്രസിഡന്റായിട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഉള്ള സീറ്റ് കൂടി പോകും ഇവർക്ക്. ശരി, ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. റഷീദാണ് പാലക്കാട് നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. നമസ്കാരം റഷീദ്, പറയൂ. ഏറ്റവും ഈ വിഷയം ചർച്ചക്കെടുത്ത ഇന്നത്തെ ഈ ചാനലിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇന്ന് ഈ കെ സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ ചർച്ചക്കെടുത്തതിന്. കെ സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു കോൺഗ്രസ്സുകാരന് ചേർന്ന ഒരു നിലപാടും സ്വീകരിക്കാത്ത ഒരു മനുഷ്യനാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തില് കെ സുധാകരൻ. കെ സുധാകരൻ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് നിരവധിയായ തെളിവുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം മോൻസൺ മാവുങ്കലുമായിട്ട് കൂടിയിരിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. അവസാനം അദ്ദേഹം തന്നെ ഒരു സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ മോൻസൺ മാവുങ്കൽ കണ്ടിട്ടുണ്ട്, എന്റെ കണ്ണിന് താഴെയുള്ള ഒരു കറുപ്പടയാളം മാറ്റാൻ വേണ്ടിയിട്ട് ചികിത്സ നേടുന്നു. ആ സുധാകരൻ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയിട്ട് ചികിത്സ തേടുന്ന ഒരു സാഹചര്യം നമ്മൾ കേരളത്തിലെ ആളുകളെല്ലാം കണ്ടു. സ്വാഭാവികമായിട്ടും ഇതൊന്ന് മനസ്സിലാവുന്ന ഒരു വസ്തുതയുണ്ട്. മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ആ ഫ്രോഡുമായിട്ട് കേരളത്തിലെ KPCC പ്രസിഡന്റിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതിന്റെ തുടർച്ച എന്നോണമാണ് അദ്ദേഹം ഇപ്പോൾ മലക്കുമറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും ജോർജ് ആണ്. ശ്രീ ജോർജ്, വേഗത്തിൽ പറയണം, എന്താണ് താങ്കളുടെ പ്രതികരണം? അതെ, ഇത്രയും നല്ലൊരു നേതാവിനെ എങ്ങനെയൊക്കെ നാണം കെടുത്താമെന്നുള്ളതാണ് നാട്ടുകാരൊക്കെ ചിന്തിക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള അപകടങ്ങൾ എന്താണ്? അയാൾ ഫണ്ട് വാങ്ങിയിട്ടുണ്ടോന്ന് ഇക്കണ്ട കാലം തെരഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെയാണ് ഒരു നേതാവ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവാണ്, അല്ലാണ്ട് പ്രതിപക്ഷ പാർട്ടിയുടെ ആളാണ്. അപ്പോ കണ്ടുപിടിക്കാൻ
കക്ഷിക്കും നടക്കുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകനുണ്ട്. നാഗാലാൻഡിൽ നിന്നും സുരേഷ് കുമാറാണ്. ശ്രീ സുരേഷ് കുമാർ, താങ്കളുടെ അഭിപ്രായം പറയാം. തീർച്ചയായും ഇന്നത്തെ കേരളത്തിന്റെ സർക്കാർ സത്യത്തിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള ആ വൃത്തികെട്ട സ്മെല്ല് നാട്ടുകാരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി നിരവധിയായ കേസുകൾ ഇപ്പോൾ സുധാകരനെതിരെ കൊണ്ടുവരുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തില് ഈ സർക്കാരിന്റെ പല പല കാര്യങ്ങൾ, അതായത് അപ്പൊ താങ്കൾ പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, അല്ലാതെ വേറെ കാര്യമില്ലെന്നാണ്. അതെ, തീർച്ചയായും. പെൻഷൻ കൊടുക്കുന്നില്ല, ശമ്പള സമയത്തിന് കൊടുക്കുന്നില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, അതായത് ആ കാര്യങ്ങളെയൊക്കെ മറച്ചു പിടിക്കാനുള്ള ഒരു ഇങ്ങനൊരു കേസ് വന്നാൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക, പ്രതിയേർക്കപ്പെട്ടാൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക എന്ന ഒരു ധാർമ്മിക നിലപാടൊക്കെ പണ്ട് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ എടുത്തിട്ടുണ്ട്. അല്ല, കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ ആവശ്യമില്ലല്ലോ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകർ വ്യത്യസ്തമായ പ്രതികരണമാണ് നടത്തിയത്. കെ സുധാകരനെ പൂർണ്ണമായും അനുകൂലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ പ്രേക്ഷകരുമുണ്ട്. അതോടൊപ്പം തന്നെ കെ സുധാകരന് മോൻസൺ മാവുങ്കലുമായിട്ടുള്ള ബന്ധം വളരെ വ്യക്തമാണ്. ആ ബന്ധത്തിലെ തട്ടിപ്പുകളിൽ അദ്ദേഹം പ്രതിയാണെന്നും അദ്ദേഹത്തിനെതിരെ അർഹമായ ശിക്ഷ ഉണ്ടാവണം എന്നും ശക്തിയായി വാദിച്ച പ്രേക്ഷകരുമുണ്ട്. കൃത്യമായും രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്നതുകൂടി പറയേണ്ടതുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. രണ്ട് മലയാളികൾ അടക്കം 7 പേർക്ക് പരിക്ക്.